പൈപ്പ് എന്താ കഴിച്ചു മാറ്റാത്തെ? പൈപ്പ് കഴിച്ച് മാറ്റണ്ടേ മൊത്തം? ടാങ്ക് ഒന്നും ഇങ്ങോട്ട് വരുന്നേ? ഗ്ലാസ്സിലൊരു സ്റ്റിക്കർ വാങ്ങിക്കാം. കാരണം ആ സ്റ്റിക്കർ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈവർ സീറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ നേരിലോട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കാണൂല. മനസ്സിലായാ? ഈ സൈഡിൽ കൂടി പോകുന്ന ഇവിടെ നിൽക്കുന്ന ഒരാളെ അവിടെ ഉള്ള ആൾക്ക് കാണൂല. അപ്പോൾ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ മുഴുവൻ സ്റ്റിക്കറും പറിക്കാം. ഒരു കേസ് ചെയ്തിരിക്കുന്നത് ആ കോയിലുണ്ട് ചോദിച്ചേ അന്ന് തിരിച്ചോക്ക് വീണ്ടും തിരിച്ചോക്ക് കോയില് മാത്രം തിരിച്ചു കഴിച്ചെടുത്ത് തൽക്കാലം പണ്ടങ്ങാണ്ട് ഒട്ടിച്ച കഴിഞ്ഞ ബ്രേക്കിന് നമ്മൾ ഫുള്ള് ഒഴിവാക്കിയതാണ്. പ്ലാസ്റ്റിക് അല്ല സാറേ, പ്ലാസ്റ്റിക് അല്ല, ഇത് പ്ലാസ്റ്റിക് അല്ല. അങ്ങോട്ടല്ല തിരിച്ച് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ കണ്ടത് സാറേ. കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്കിന് പോയപ്പോൾ ഫുള്ള് അഴിച്ച് ഒഴിവാക്കിയതാണ്. ഇതാ പൈപ്പ് കെട്ടിയിട്ടതാണ്. എയർ ഹോണ്, ബസ്സിൻ്റെ മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന സ്റ്റിക്കറുകൾ തുടങ്ങിയവയാണ് ഇന്ന് പ്രധാനമായും പരിശോധിച്ചത്. അതിൽ തന്നെ തൃശ്ശൂർ കോഴിക്കോട്, തലശ്ശേരി കണ്ണൂർ കോഴിക്കോട്, മഞ്ചേരി കോഴിക്കോട് ഈ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധത കണ്ടെത്തിയത്. അതിൽ ഏകദേശം മെജോറിറ്റി ഓഫ് ബസ്സുകളും കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് റൂട്ടുകളിലാണ്. അവർക്കെതിരെ നമ്മൾ ധാരാളം കേസുകൾ പ്രിപ്പയർ ചെയ്യുകയും അവർക്ക് ഈ സ്റ്റിക്കറുകൾ ഇളക്കാൻ 2 ദിവസത്തെ സമയം കൊടുക്കുകയും ചെയ്തു. ഒരു സ്റ്റേജ് കാര്യത്തിൻ്റെ എയർ ഹോൺ ആദ്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ 2000 രൂപയും തുടർച്ചയായി വീണ്ടും അത് കണ്ടെത്തുകയാണെങ്കിൽ 10000 രൂപയാണ് അതിൻ്റെ ഒഫൻസ്. സ്റ്റിക്കറുകൾക്ക് നമ്മൾ ശരിക്കും 2 തവണ ചെയ്യാം. ആദ്യം നമ്മളൊരു വാർണിംഗ് കൊടുത്തു. നാളെ നമ്മൾ ആൾട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 5000 രൂപ ഫൈൻ ചെയ്യും. ബസ്സിൻ്റെ പേരുകളും പിന്നെ അതിൻ്റെ കുറേ ഇപ്പം റോക്കി ബായ് തുടങ്ങിയ നിക് നെയിമുകളൊക്കെ വെച്ചുള്ള സ്റ്റിക്കറുകളാണ് ഇത് കാണുന്നത്. അത് ഡ്രൈവർക്ക് റോഡിൻ്റെ ഇടതുവശം കാണാൻ പറ്റത്തില്ല. കാരണം പെഡസ്ട്രിയൻസിനെ കാണണമെങ്കിൽ റോഡിൻ്റെ ഇടതുവശത്ത് കണ്ണട പൂർണ്ണമായും ഫ്രീ ആവണം. അതാണ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റിക്കറുകളുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിച്ചത്. മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വാഹനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് എയർഹോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാറുകാരെ പേടിപ്പിക്കുന്നു. കാരണം നമ്മൾ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒതുക്കി കൊടുക്കും. അതാണ് അത് ദുരുപയോഗം ചെയ്യുന്നത്. പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്കിലാണ്. അപ്പോൾ അത് പൂർണ്ണമായും നമുക്ക് പറിച്ചു മാറ്റിയാൽ ഇത് രണ്ടിൻ്റെയും കേടുപാട് വരും. അതുകൊണ്ട് അവർക്ക് സാവകാശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് എഴുതിയ ബസ്സുകൾ നാളെ വീണ്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് 10000 രൂപയാണ് ഫൈൻ. അവർ പറയുന്നത് റോഡിലെ ട്രാഫിക് ഇങ്ങനെ പെട്ടെന്ന് അവരുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓടണമെങ്കിൽ റോഡിലെ ആൾക്കാർ പെട്ടെന്ന് മറ്റുള്ള വാഹനങ്ങൾ പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അനിവാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് KSRTCയുമായി തട്ടിച്ചു. KSRTCയിൽ ഒരു ബസ്സിന് പോലും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതൊരു തെറ്റായ ന്യായവാദമാണ്. എനിക്ക് പറയാനുള്ളത് CF എടുക്കുമ്പോൾ കംപ്ലീറ്റ് സ്റ്റിക്കറും കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ബ്രേക്ക് എടുക്കുമ്പോൾ ഒന്നും നോക്കൂല, പിന്നെ വന്നുങ്ങാണ്ട് ആളെ ബുദ്ധിമുട്ടിക്കുക, അത് ഒഴിവാക്കുക. അത് തന്നെ ആരും നോക്കല്. നിങ്ങൾ ജയവാരൊക്കെ പോയി ക്യാമറ ആയിട്ട് ജയവാര ബ്രേക്ക് എടുക്കുന്ന വണ്ടി അങ്ങനെയാണെങ്കിൽ അവിടെ ബ്രേക്ക് എടുക്കുമ്പോൾ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ആ വണ്ടിക്ക് CF കിട്ടിയോ കിട്ടിയില്ല എന്ന് വലിയ അന്വേഷിക്കാൻ പറയാൻ പറ്റുമോ നോക്കി. അതിൽ നമ്പർ അയച്ചോ, നമ്പർ തരാൻ പറയും, വാട്സാപ്പ് നമ്മൾ അയച്ചു കൊടുക്കുക. വണ്ടി കാണാതെ CF എടുക്കുന്ന ഇപ്പോൾ ആൾക്കാരുണ്ട്. അവിടെ എത്തിക്കൂ, അതിനുള്ള ആൾക്കാരുണ്ട്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പറയില്ല. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് അവർ അത് ഉന്നയിച്ചിരിക്കുന്നത്. യാത്രാ ബോർഡുകൾ വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഡ്രൈവറുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മുന്നിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാൻഡ് നിർത്തുന്ന സമയത്തൊക്കെ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിഷൻ ക്ലിയർ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, നടന്നു പോകുന്ന ആളെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിൻഷീൽഡ് ഗ്ലാസ്സിലുള്ള സ്റ്റിക്കർ നിർബന്ധമായി നീക്കം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് എത്തുന്ന സമയത്ത് സ്റ്റിക്കറൊക്കെ ഉള്ള വണ്ടിയായത് എല്ലാ വണ്ടിക്കും ഉണ്ടാവും. ആ സമയത്തൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ ബ്രേക്ക് തരരുതല്ലോ. ബ്രേക്കൊക്കെ തന്ന് വണ്ടി ഓടൽ ഓടങ്ങി നോക്കുമ്പോൾ മനഃപൂർവ്വം ഫൈൻ അടപ്പിക്കാനുള്ള പരിപാടി എന്നുള്ള അതിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രേക്ക് തന്നാരാന്നോ അവിടെ പോയിട്ട് കേസ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ബ്രേക്ക് തന്ന ആളെയൊക്കെ നോക്കി ഇങ്ങനെ പോയി. ആ ഗവൺമെൻറ് ഉണ്ടായില്ല ഈ ബ്രേക്ക് എടുത്ത വണ്ടികൾ. ഇതായി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തരുമോ, വണ്ടിയിൽ ബ്രേക്ക് എടുക്കുന്ന നേരം ബോഡി പണിയും മെക്കാനിക്കൽ പണി മാത്രം എടുക്കുക. ഗ്ലാസ്സിൽ പൊട്ടിയാൽ മാത്രമാണ് ഗ്ലാസ് മാറ്റുക. അപ്പോൾ ഈ ഗ്ലാസ് ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവുക. വണ്ടീൻ്റെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും. പെയിൻറ്റ് പുതിയ പെയിൻറ്റാണ്,
ഇതൊക്കെ പുതിയ സ്റ്റിക്കറാണ്. പക്ഷേ ഈ സ്റ്റിക്കറൊക്കെ നോക്കുക, ഇതൊക്കെ പഴയ സ്റ്റിക്കർ തന്നെയാണ്. അപ്പോൾ ഈ വലിപ്പം പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ അത് ബ്രേക്ക് തന്നാരാന്ന് വെച്ചാൽ ഓരോരുത്തർ പോയി കേസ് കൊടുക്കാനാണ് പറയുന്നത്. അതൊരു ന്യായമായിട്ടുള്ള ഒരു ഇതല്ലല്ലോ. തട്ടുമുട്ടം ചെയ്തെന്ന് പറഞ്ഞാൽ 20 മറ്റന്നാ കയറ്റുന്നത് സാർ. സ്പീഡ് ഗവർണർ എവിടെ ഇരിക്കുന്നത്? സ്പീഡ് ഗവർണർ എവിടെ? സ്പീഡ് ഗവർണർ എവിടെ? ഏതാ കമ്പനി? ഇതിലാണ് സ്പീഡ് ഗവർണർ കമ്പനി ഏതാ? സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യുന്ന അതൊരു ടെസ്റ്റ് ക്യാൻസൽ ആയിട്ടാ സാറേ. CFX ഉണ്ട്. ഇത് ട്രിപ്പ് എടുക്കണ്ട കേട്ടാ, ട്രിപ്പ് എടുക്കണ്ട, നേരെ വർക്ക്ഷോപ്പിലേക്ക് എടുക്കാം. വർക്ക്ഷോപ്പിലേക്ക് നേരെ എടുക്കാം. ഇത് അങ്ങ് കൊണ്ട് 20 കയറ്റ് നിലവിൽ ടെസ്റ്റ് ക്യാൻസൽ ചെയ്യാം കേട്ടാ. സ്പീഡ് ഗവർണർ ഇല്ലാതെ വണ്ടി ഓടാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഇതിലേക്ക് വളർത്തുന്ന വണ്ടി ഇങ്ങനെ ഓടാം. എന്നിട്ട് വണ്ടി ഫുൾ ശരിയാക്കിയിട്ട് ടെസ്റ്റിന് പങ്കെടുത്തിട്ട് വണ്ടി ഇനി ഓടിയാൽ മതി. അപ്പോൾ നിനക്ക് വർക്ക്ഷോപ്പിലേക്ക് ഇനി കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. വണ്ടി ഇവിടെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം വർക്ക്ഷോപ്പിലേക്ക്. ആ പ്രൈവറ്റ് ബസ്സിനെ മാത്രം ചെക്ക് ചെയ്താൽ പോലെ KSRTC നോക്കണം. ഇവിടെ സമയം ഇതൊന്നുമില്ലാത്ത എല്ലാ വാഹനം ഒറ്റ ഇതുവരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിയോ ഒരു പ്രൈവറ്റ് ബസ് ഓടിയാൽ ഒരു ദിവസം ഗവൺമെൻറ്റിന് കണ്ടിട്ടു നിങ്ങൾക്കറിയോ? 3700 രൂപ ഒരു പ്രൈവറ്റ് ബസ് ഓടിയാൽ ഗവൺമെൻറ്റിന് കിട്ടും ഒരു ദിവസം. KSRTC ഓടിയാൽ എത്ര കിട്ടൽ? അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിന് ഞങ്ങൾ വെറുതെ ഇടങ്ങാറാക്കാൻ നടക്കുന്നത്. കാര്യമില്ല, ഒന്നുമില്ല, ഒരു കാര്യമില്ല. പ്രൈവറ്റ് ബസ് മാത്രം എന്തായാലും അവിടെ കുറ്റം രണ്ട് വീലും വീശി എടുക്കാം. ടയറില്ല, മറ്റേ മൊട്ട ടയർ നിർത്താവൂ. ഗ്രീസ് നീങ്ങിയിട്ടാണ് ഉച്ച പോലെ യാത്രക്കാരില്ലേ? പരിശോധിച്ച KSRTCക്ക് നമ്മൾ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. 4 ടയർ റെഡൊക്കെ ഉള്ള ടയർ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും കണ്ട് എയർ ഹോൺ അതൊക്കെ പ്രശ്നങ്ങളില്ല. നമ്മൾ പരിശോധിച്ച വണ്ടിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല.